സ്ക്രാച്ചിങ് ഫാനി അല്ലെങ്കിൽ കോക്ലെയിൻ ഗോസ്റ്റ് സ്റ്റോറി എന്ന കഥയുടെ രണ്ടാമത്തെ പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്നാമത്തെ പാർട്ടിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ കീഴിലും ഫസ്റ്റ് കമൻറ്റിലുമായിട്ട് പിൻ ചെയ്തു വയ്ക്കുന്നുണ്ട്. ഒന്നാമത്തെ എപ്പിസോഡ് ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതാദ്യം പോയിട്ട് കാണണം. എങ്കിൽ മാത്രമാണ് ഈ രണ്ടാമത്തെ എപ്പിസോഡ് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവൂ. കഥ ഇതുവരെയും എത്തുവാനുള്ള സംഭവങ്ങളും സംഭവ വികാസങ്ങളും ഒന്നാമത്തെ എപ്പിസോഡിലാണുള്ളത്. ആ എപ്പിസോഡിൽ മുൻപ് പറഞ്ഞ പല കഥാപാത്രങ്ങളും അതുപോലെ പുതിയ കഥാപാത്രങ്ങളും ഈ വീഡിയോയിൽ വരുന്നുണ്ട്. വളരെ മിസ്റ്റീരിയസ് ആയ ഈ കേസിൻ്റെ നാൾ വഴികളിലേക്ക് നമുക്കൊന്ന് പോകാം. പ്രേതബാധയുടെ വാർത്തയുടെ പിന്നാലെ ജെയിംസിനുണ്ടായ അനുഭവവും കോക്ലെയിൻ പ്രദേശത്ത് പടർന്നു പന്തലിച്ചു. ഇതുകൊണ്ട് റിച്ചാർഡിന് ഗുണവും അതുപോലെ ദോഷവും ഉണ്ടായി. പലരും പ്രേതത്തെ കാണുവാനായിട്ട് റിച്ചാർഡിൻ്റെ വീട്ടിലേക്ക് വന്നു. ജനത്തിരക്ക് കാരണം വീട്ടിലേക്ക് പെട്ടെന്ന് പ്രവേശനം കിട്ടുവാനായിട്ട് പലരും സമ്മാന പൊതികളും കൊണ്ടാണ് വന്നത്. ഇത്തരം സമ്മാനങ്ങൾ പാർസൺസ് കുടുംബത്തിന് വലിയൊരു അനുഗ്രഹമായിരുന്നു. എന്നാൽ അതോടൊപ്പം മറ്റൊരു ദോഷവും ഉണ്ടായി. റിച്ചാർഡിൻ്റെ വീട്ടിൽ പുതിയതായിട്ട് വാടകയ്ക്ക് വന്നവർ ഈ ശബ്ദങ്ങളും അതുപോലെ ജനത്തിരക്കും കണ്ട് അത് ഇഷ്ടപ്പെടാതെ വീട്ടിൽ നിന്നും ഒഴിവായി. ഇത് സാമ്പത്തികമായിട്ട് പാർസൺ ഫാമിലിക്ക് വലിയ ക്ഷീണം ചെയ്തു. എന്നാൽ പ്രേതത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ പടർന്നു പന്തലിച്ചതുകൊണ്ടും സന്ദർശകരുടെ എണ്ണം കൊണ്ടുമുള്ള വരുമാനവും ആ കുടുംബത്തെ താങ്ങി നിർത്തി. ഇതോടെ പലരും ഇത് റിച്ചാർഡ് വരുമാനത്തിനു വേണ്ടി സ്വയം പറഞ്ഞു വരുത്തിയ കഥയാണെന്ന് പറഞ്ഞു. വേറെ ചിലരാകട്ടെ പ്രേതബാധ യാഥാർത്ഥ്യമാണെന്ന് ഉറച്ചു വിശ്വസിച്ചു. അവരതിന് കാരണമായിട്ട് പറഞ്ഞത് പ്രേതബാധയുള്ള വീട്ടിൽ ഒരിക്കലും വാടകക്കാർ വരില്ല, അങ്ങനെ സംഭവിച്ചാൽ അയാൾ പാപ്പരാവും. എന്നിട്ടും റിച്ചാർഡ് തൻ്റെ വീട്ടിൽ പ്രേതബാധയുണ്ടെന്ന് വിളിച്ചു പറയണമെങ്കിൽ അതിൽ എന്തെങ്കിലും സത്യമുണ്ടായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ കോക്ലെയിനിലെ ആ വീട്ടിൽ പ്രേതത്തെ കാണുവാനായിട്ട് രാത്രിയിൽ വരുന്നവരുടെ എണ്ണം വല്ലാതെ കൂടി. ഈ വാർത്ത കേട്ട് ഇവിടം സന്ദർശിച്ചവരിൽ ഒരാളായിരുന്നു ജോൺ മൂർ എന്ന ചെറുപ്പക്കാരൻ. അദ്ദേഹം ഒരു റെവറൻഡ് ആയിരുന്നു, അതായത് പുരോഹിതൻ. 1754 മുതൽ സെന്റ് സെബൽച്ചേഴ്സ് ചർച്ചിലെ അസിസ്റ്റന്റ് പ്രാസംഗികനും 1761 ജൂൺ മുതൽ വെസ്റ്റ് സ്മിത്ത്ഫീൽഡിലെ സെന്റ് ബർത്തലോമിയ ദി ഗ്രേറ്റിന്റെ റെക്ടറുമായിരുന്നു ഈ ജോൺ മൂർ. എന്നുവെച്ചാൽ ചെറിയ ആളല്ല, സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. ഈ ജോൺ മൂറിന്റെ പേര് ഇപ്പോഴേ നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചോളൂ. ഇയാൾക്ക് ഈ കഥയിൽ വലിയൊരു സ്ഥാനമുണ്ട്. ജോൺ മൂറിന് സെന്റ് സെബൽച്ചർ ചർച്ചിൽ വെച്ച് വളരെ പണ്ട് മുതലേ റിച്ചാർഡിനെ പരിചയമുണ്ട്. തൻ്റെ 2 വിദ്യാർത്ഥികളിൽ നിന്നുമാണ് കോക്ലെയിനിൽ നടക്കുന്ന പ്രേതബാധയെക്കുറിച്ച് ഇയാൾ കേട്ടത്. ജോൺ മൂർ ഒരു മെത്തഡിസ്റ്റ് ആയിരുന്നു. എന്നുവെച്ചാൽ ക്രിസ്ത്യാനിറ്റിയിലെ മറ്റൊരു ഗ്രൂപ്പാണ് മെത്തഡിസ്റ്റുകൾ. പ്രേതബാധയെക്കുറിച്ചറിഞ്ഞ ജോൺ മൂറിന് അതിൽ വലിയ താല്പര്യമുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം കോക്ലെയിനിൽ എത്തിയത്. എന്നാൽ ഇത്തവണ പാർസൺസ് കുടുംബം അദ്ദേഹത്തോട് പറഞ്ഞത് മറ്റൊരു കഥയാണ്. ഇത്രയും കാലം വരെ വില്യം കെന്റിൻ്റെ ആദ്യ ഭാര്യ എലിസബത്തിൻ്റെയാണ് പ്രേതമെന്നാണ് അവർ എല്ലാവരോടും പറഞ്ഞത്. കാരണം ഫാനി മരിക്കും മുൻപ് തന്നെ ആ വീട്ടിൽ പ്രേത സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ കഥയാകെ മാറി. എന്തിനേറെ പ്രേതം വരെ മാറിയിരിക്കുന്നു. ഇപ്പോൾ തൻ്റെ വീട്ടിൽ പ്രവർത്തിക്കുന്ന പ്രേതം എലിസബത്തിൻ്റെ അല്ല, മറിച്ച് അടുത്ത കാലത്ത് മരിച്ച ഫാനി ലിനസിൻ്റെ ആണെന്ന് അവർ ജോൺ മൂറിനോട് പറഞ്ഞു. അതോടൊപ്പം വില്യം കെന്റ് ഫാനിയെ വിഷം കൊടുത്ത് കൊന്നതാണെന്നും അയാളോട് പ്രതികാരം ചെയ്യുവാനായിട്ട് വന്നതാണ് ഫാനിയുടെ ആത്മാവെന്നും അവർ പറഞ്ഞു. തൻ്റെ മകൾ ബെറ്റിയോട് ഫാനിയുടെ ആത്മാവിന് വലിയ ഇഷ്ടമുണ്ട്. അതുകൊണ്ട് അവളുടെ സാന്നിധ്യം ഉള്ളയിടത്ത് മാത്രമായിരിക്കും പ്രേതം വരിക. കാരണം അക്കാലത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുവാനായിട്ട് ആത്മാക്കൾ തങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ അടുക്കൽ വരുമെന്നൊരു ധാരണ പൊതുവെ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഈ കേസിലേക്ക് മറ്റൊരാൾ കൂടി കടന്നു വന്നു. അവരുടെ പേര് മേരി ഫ്രീസർ എന്നാണ്. മേരി ഫ്രീസർ ഒരു മീഡിയം ആയിരുന്നു, അതായത് ആത്മാക്കളുമായിട്ട് സംസാരിക്കുവാനായിട്ട് തനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തി. അതും കൂടാതെ റിച്ചാർഡ് പാർസൺസിന്റെ ബന്ധുവുമായിരുന്നു ഈ സ്ത്രീ. മേരി ഫ്രേസർ പ്രേതവുമായിട്ട് താൻ ആശയവിനിമയം നടത്താമെന്ന് അവരോട് പറഞ്ഞു. അന്ന് രാത്രിയിൽ ഫാനിയും വില്യം കെന്റും താമസിച്ചിരുന്ന മുറിയിൽ കയറി മേരി ഫ്രേസർ പ്രേതത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുവാൻ തുടങ്ങി. അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രേതം അവരുടെ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഉത്തരം നൽകി. അവരുടെ ചോദ്യങ്ങൾക്ക് മുട്ടുന്ന ശബ്ദത്തിലൂടെയാണ് പ്രേതം മറുപടി പറഞ്ഞത്. അതിൽ നിന്നും തന്നെ വിഷം നൽകി വില്യം കെന്റ് കൊല്ലുകയായിരുന്നുവെന്ന് പ്രേതം പറഞ്ഞു. മേരി ഫ്രേസർ പ്രേതത്തോട് സംസാരിച്ചത് എങ്ങനെയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാവും. അത് ആദ്യമേ വ്യക്തമാക്കാം. അവർ ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് അതെ എന്നാണ് ഉത്തരമെങ്കിൽ പ്രേതത്തോട് ഭിത്തിയിൽ 1 തവണ മുട്ടുവാനായിട്ട് പറയും. അല്ല എന്നാണ് ഉത്തരമെങ്കിൽ 2 തവണ മുട്ടുവാനായിട്ട് ആവശ്യപ്പെടും. ഇങ്ങനെ ഒരു ആശയവിനിമയ രീതിയാണ് മേരി സ്വീകരിച്ചത്. ഇതേക്കുറിച്ച് കേട്ടതും അതേ സംവിധാനത്തിലൂടെ റെവറൻഡ് ജോൺ മൂർ പ്രേതവുമായിട്ട് ആശയവിനിമയം നടത്തി. അയാളോടും ഫാനിയുടെ പ്രേതം തന്നെ തൻ്റെ ഭർത്താവ് കൊലപ്പെടുത്തിയതാണെന്ന് പറഞ്ഞു. മാത്രവുമല്ല അവിടെ 2 പ്രേതങ്ങളുണ്ടെന്നും മുൻപ് മദ്യവിൽപ്പനക്കാരൻ ജെയിൻ ഫ്രാൻസിനെ ഭയപ്പെടുത്തിയ വെള്ള നിറത്തിലുള്ള ആ രൂപം തൻ്റെ സഹോദരി എലിസബത്തിൻ്റെ പ്രേതമാണെന്നും താൻ മരിച്ചത് വസൂരി ബാധിച്ചതുകൊണ്ടല്ല
മറിച്ച് ആർസനിക് എന്ന വിഷം താൻ മരിക്കുന്നതിനും 2 മണിക്കൂർ മുൻപ് മരുന്നിൽ ചേർത്ത് വില്യം തനിക്ക് നൽകിയിരുന്നു. തനിക്ക് നീതി വേണം. അതാണ് ഫാനിയുടെ ആത്മാവ് ആവശ്യപ്പെട്ടത്. ജോൺ മൂറും ആകെ ആശയക്കുഴപ്പത്തിലായി. കാരണം റിച്ചാർഡ് പാഴ്സൺസ് വില്യം കെന്റിന് പണം കൊടുക്കുവാനുണ്ടായിരുന്നു എന്നും വലിയ വഴക്കും കേസുമൊക്കെ നടത്തിയാണ് ആ പണം അയാൾ തിരിച്ചു വാങ്ങിയത് എന്നും അദ്ദേഹം മുൻപ് കേട്ടിരുന്നു. അയാളോട് പകരം ചോദിക്കുവാനായിട്ട് ഇവർ ചെയ്യുന്ന നാടകമായിരിക്കുമോ ഇത്? അതുപോലെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി അറിഞ്ഞു. ഫാനിയുടെ ശവപ്പെട്ടിയുടെ അടപ്പ് മാറ്റിയപ്പോൾ തൻ്റെ സഹോദരിയുടെ മൃതദേഹം തനിക്ക് ശരിക്കും കാണുവാനായിട്ട് കഴിഞ്ഞില്ല എന്ന് ആൻ ലിനസ് മുൻപേ പരാതിപ്പെട്ടിരുന്നു. ഫാനി വസൂരി ബാധിച്ചാണ് മരിച്ചതെങ്കിൽ അവളുടെ ശരീരത്തിൽ വസൂരിയുടെ അടയാളങ്ങൾ കാണേണ്ടതാണ്. മറിച്ച് വിഷം കൊടുത്താണ് കൊന്നതെങ്കിൽ പാടുകൾ ഉണ്ടാവില്ല. മൃതദേഹം മറ്റുള്ളവർ ശരിക്കു കണ്ടാൽ കള്ളി പൊളിയുമെന്ന് വിചാരിച്ചായിരിക്കും വില്യം കെന്റ് ഫാനിയുടെ ജഡം വ്യക്തമായിട്ട് ആരെയും കാണിക്കാത്തത്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ സംശയങ്ങളായിരുന്നു. ഒരു പുരോഹിതൻ എന്ന നിലയിൽ ജോൺ മൂർ പ്രേതത്തിലും മറ്റും മതിയായിട്ടുള്ള വിശ്വാസമുള്ള ആളാണ്. എങ്കിലും സ്വന്തമായിട്ടൊരു നിഗമനത്തിൽ എത്തും മുൻപായിട്ട് അദ്ദേഹം മറ്റൊരു മെത്തഡിസ്റ്റ് പുരോഹിതനായിട്ടുള്ള തോമസ് ബ്രോട്ടന്റെ സഹായം തേടി. ജനുവരി 5 തോമസ് ബ്രോട്ടൻ കോക്ലേനിൽ വരികയും ഈ വീട്ടിൽ പ്രേതബാധയുണ്ടെന്ന് നിസ്സംശയം പറയുകയും ചെയ്തു. അതോടെ ഈ കഥ ആ പ്രദേശത്ത് മാത്രമല്ല ലണ്ടനിൽ ഉടനീളം പ്രചരിച്ചു. പബ്ലിക് ലെഡ്ജർ എന്ന മാധ്യമം ഇതേക്കുറിച്ച് നിരവധി ലേഖനം എഴുതി. ഇതോടെ വില്യം കെന്റ് ഒരു കൊലപാതകിയാണെന്ന ആരോപണം ഉയർന്നു. പബ്ലിക് ലെഡ്ജർ എന്ന പത്രത്തിൽ തനിക്കെതിരായിട്ട് വന്ന ആരോപണങ്ങൾ വായിച്ച വില്യം ഞെട്ടിപ്പോയി. ഇതിന്റെ സത്യാവസ്ഥ അറിയുവാനായിട്ട് അയാൾ തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് തൻ്റെ 2 സുഹൃത്തുക്കളെ ജോൺ മൂറിനെ കാണുവാനായിട്ട് പറഞ്ഞയച്ചു. ഈ ആരോപണത്തിന്റെ തെളിവ് കാണിക്കുവാനായിട്ട് സുഹൃത്തുക്കൾ പുരോഹിതനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ പ്രേതത്തിനോട് താൻ ചോദിച്ച ചോദ്യങ്ങളും അതിന് പ്രേതം നൽകിയ മറുപടിയും എഴുതിയ ഒരു പട്ടിക റവറൻഡ് ജോൺ മൂർ അവരെ കാണിച്ചു. അതോടൊപ്പം വില്യം കെന്റ് ഒരു കൊലപാതകിയാണെന്ന് താൻ കരുതുന്നില്ല എന്ന് പുരോഹിതൻ അവരോട് പറഞ്ഞു. എന്നാൽ ഈ ആത്മാവിന്റെ സാന്നിധ്യം യാഥാർത്ഥ്യമാണ്. അതിന് പിന്നിൽ നിഗൂഢമായിട്ടുള്ള എന്തോ ഉണ്ട്. വില്യം കെന്റ് റിച്ചാർഡിന്റെ വീട്ടിൽ പോവുകയാണെങ്കിൽ ഇതെല്ലാം നേരിൽ കണ്ട് ബോധ്യപ്പെടാമെന്നും അദ്ദേഹം അവരോട് പറഞ്ഞു. അതോടെ ഫാനിയുടെ അവസാന നാളുകളിൽ അവളെ ചികിത്സിച്ച 2 ഫിസിഷ്യന്മാരുടെ സഹായം വില്യം കെന്റ് തേടി. ഈ 2 ഡോക്ടർമാർ സംഭവങ്ങളുടെ യാഥാർത്ഥ്യം അറിയുവാനായിട്ട് കോക്ലേനിലെ ആ വീട്ടിലേക്ക് പോയി. ആ സമയത്ത് വീടിന്റെ മുകളിലത്തെ നിലയിൽ ബെറ്റി പാർസൺസ് തന്റെ അനുജത്തിയോടൊപ്പം കിടക്കുകയായിരുന്നു. പ്രേതത്തിന്റെ ആവാസം എപ്പോഴും ബെറ്റിയിലാണ് ഉണ്ടാവുക. ഇതുമൂലം അവളാകെ അവശയായിരുന്നു. മുറിയുടെ മധ്യഭാഗത്തായിട്ട് കിടക്കുന്ന കട്ടിലിന് ചുറ്റും നിരവധി കാഴ്ചക്കാരുണ്ട്. പ്രേതവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മേരി ഫ്രീസർ അതിനു മുൻപായിട്ട് എല്ലാവരോടും ഒരു കാര്യം പറഞ്ഞു. അവിശ്വാസികളായിട്ടുള്ള ആരും ആ മുറിയിൽ നിൽക്കുവാനായിട്ട് പാടില്ല. അത് പ്രേതത്തിനോട് ചെയ്യുന്ന അനാദരവാണ്. അങ്ങനെ സംഭവിച്ചാൽ പ്രേതം ദേഷ്യപ്പെടും. അതുകൊണ്ട് ആരും അവിശ്വാസം കാണിക്കാതെ പ്രേതം പ്രത്യക്ഷപ്പെടുമെന്ന് വിശ്വസിക്കണം. അത് വരുമ്പോൾ അതിനു വേണ്ട ആദരവ് നൽകണമെന്നും അവർ പറഞ്ഞു. വൈകാതെ അവരുടെ ചടങ്ങ് ആരംഭിച്ചു. മേരി ഫ്രേസർ മുറിക്കുള്ളിലൂടെ ഓടി നടന്ന് ഫാനി ഫാനി വേഗം വരൂ, ഞങ്ങൾ നിന്നെ കാത്തിരിക്കുകയാണ്. നീ എന്തുകൊണ്ടാണ് വരാത്തത്? വരൂ പ്രിയപ്പെട്ട ഫാനി, വേഗം വരൂ എന്ന് ഉച്ചത്തിൽ വിളിച്ചു കൂവി. ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ റവറൻഡ് ജോൺ മൂർ അവിടെയുള്ള മറ്റാളുകളോട് നിങ്ങൾ വളരെയധികം ശബ്ദമുണ്ടാക്കുന്നത് കൊണ്ടാണ് പ്രേതം വരാത്തത് എന്നും എല്ലാവരും മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുവാനും ആവശ്യപ്പെട്ടു. അവരെല്ലാവരും അത് കേട്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. ഈ സംഭവം ഉണ്ടായിട്ട് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞതും ജോൺ മൂർ പുറത്തേക്ക് വന്ന് പ്രേതം എത്തിയെന്നും ഇനി അവർക്ക് മുറിയിൽ പ്രവേശിക്കാമെന്നും പറഞ്ഞു. കാഴ്ചക്കാരുടെ കൂടെ വില്യം കെന്റ് അയച്ച 2 ഡോക്ടർമാരും ഉണ്ടായിരുന്നു. വൈകാതെ ജോൺ മൂർ ഫാനിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുവാൻ തുടങ്ങി. അതിങ്ങനെയായിരുന്നു. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ ഈ ലോകം വിട്ടുപോയ ഒരാത്മാവാണോ? അപ്പോൾ അതെ എന്ന അർത്ഥത്തിലൊരു മുട്ടൽ ശബ്ദം കേട്ടു. അടുത്ത ചോദ്യം, ഈ വീട്ടിൽ താമസിച്ചിരുന്ന ഒരാളുടെ ആത്മാവാണോ നിങ്ങൾ? അതെ എന്ന അർത്ഥത്തിൽ മറ്റൊരു മുട്ടൽ കേട്ടു. നിങ്ങൾ ഫ്രാൻസിസ് ലിനസിന്റെ ആത്മാവാണോ? വീണ്ടും ഒരു മുട്ടൽ. എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയാണോ നിങ്ങൾ തിരിച്ചു വന്നത്? ജോൺ ചോദിച്ചു. അതെ എന്ന് പ്രേതം മറുപടി പറഞ്ഞു. നിങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ജോൺ ചോദിച്ചു. ഉണ്ടെന്ന് പ്രേതം പറഞ്ഞു. നിങ്ങൾ വില്യം കെന്റിന്റെ ഭാര്യയാണോ? അതിന് അല്ല എന്ന അർത്ഥത്തിൽ 2 പ്രാവശ്യം മുട്ടുന്ന ശബ്ദമാണ് കേട്ടത്. കാരണം നിയമപ്രകാരം ഫാനിയും കെന്റും വിവാഹിതരല്ല. ഈ കാര്യം പ്രേതത്തിനും അറിയാം. നിങ്ങൾ കൊല്ലപ്പെട്ടതാണോ എന്ന് ജോൺ ചോദിച്ചു. അതിന് പ്രേതം നിശബ്ദത പാലിച്ചു. വിഷബാധ ഏറ്റാണോ നിങ്ങൾ മരിച്ചത്? ജോൺ വീണ്ടും ചോദിച്ചു. അതിന് മറുപടി എന്നോണം അതികഠിനമായ ദേഷ്യത്തോടെ മാന്തുന്നതിൻ്റെയും മുട്ടുന്നതിൻ്റെയും ശബ്ദങ്ങൾ അവിടെ തുടർച്ചയായിട്ട് ഉയർന്നു. നിങ്ങൾക്ക് വിഷം നൽകിയത് ആരാണെന്നറിയാമോ? അറിയാമെന്നൊരു മുട്ടൽ ശബ്ദത്തിൽ പ്രേതം മറുപടി കൊടുത്തു. അത് വില്യം കെന്റ് ആയിരുന്നു. ജോൺ മൂർ ചോദിച്ചു. അതെ എന്ന് വീണ്ടും ഒരു മുട്ടൽ ശബ്ദം കേട്ടു. ഇതോടെ അന്നത്തെ കമ്മ്യൂണിക്കേഷൻ അവസാനിച്ചു. പിന്നീട് വന്ന പല രാത്രികളിലും മറ്റു പല മെത്തഡിസ്റ്റ് പ്രീസ്റ്റുകളെയും കൂട്ടി അയാൾ കോക്ലേനിലേക്ക് വന്നു. എങ്ങനെയെങ്കിലും സ്ക്രാച്ചിങ് ഫാനി എന്ന് ജനങ്ങൾ പറയുന്ന ഈ പ്രതിഭാസം ഒരു യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കുവാനായിട്ട് അയാൾ വളരെയേറെ ഉത്സാഹിച്ചു. ഓരോ രാത്രിയും റിച്ചാർഡിന്റെ വീട്ടിൽ പ്രേതത്തിനെ കാണുവാനായിട്ട് ജനത്തിരക്ക് ഏറിയേറി വന്നു. ഇത് നല്ല ഒരു അവസരമായിട്ട് അയാൾ കണ്ടു. തൻ്റെ വീട്ടിൽ പ്രേതത്തിനെ കാണുവാനായിട്ട് വരുന്നവർക്ക്
അയാൾ ഒരു എൻട്രി ഫീ ഈടാക്കി. അതിൽ ജോൺ മൂറിന് വലിയ എതിർപ്പുണ്ടായിരുന്നു. റിച്ചാർഡ് ഇതൊരു ബിസിനസ്സായിട്ട് കാണുകയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയാൽ ഈ വിഷയത്തിൽ ആളുകൾക്കുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ജോൺ മൂർ ഇക്കാര്യം റിച്ചാർഡിനോട് പറയുകയും ചെയ്തു. അതിന് അയാൾ കൊടുത്ത ന്യായീകരണം ഇതായിരുന്നു: പ്രേതബാധ മൂലം പുതിയ വാടകക്കാരൊന്നും വരാത്തതുകൊണ്ട് താൻ വലിയ സാമ്പത്തിക ഞെരുക്കത്തിലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ജോൺ മൂർ അയാളോട് എൻട്രി ഫീ ജനങ്ങളിൽ നിന്നും പിരിക്കുന്നത് നിർത്തണമെന്ന് കട്ടായം പറഞ്ഞു. പകരം വിശ്വാസികളിൽ നിന്നും സംഭാവനകൾ പിരിച്ച് റിച്ചാർഡിന്റെ നഷ്ടം നികത്താമെന്ന് വാഗ്ദാനവും ചെയ്തു. അങ്ങനെയാണ് റിച്ചാർഡ് ജനങ്ങളിൽ നിന്നും എൻട്രി ഫീ പിരിക്കുന്നത് നിർത്തിയത്. അതേ സമയത്ത് സ്ക്രാച്ചിങ് ഫാനി എന്ന പ്രതിഭാസത്തിന്റെ വാർത്ത ലണ്ടനും കടന്ന് മറ്റ് പല പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു. ആദ്യമൊന്നും ഇക്കാര്യം വില്യം കെന്റ് അറിഞ്ഞിരുന്നില്ല. വൈകാതെ അയാൾ എല്ലാം അറിഞ്ഞു. ബ്രിട്ടനിൽ ആകമാനമുള്ള ജനങ്ങളും തന്നെ ഒരു കൊലയാളിയായിട്ടാണ് കാണുന്നത് എന്ന് അയാൾ ഞെട്ടലോടെ മനസ്സിലാക്കി. അപകീർത്തികരമായിട്ടുള്ള ആ വാർത്തകൾ റിച്ചാർഡ് തന്നെയായിരുന്നു പത്രങ്ങൾക്ക് നൽകിയത്. വില്യം കെന്റ് രോഷാകുലനായി. ഈ കഥ തന്നെ വ്യക്തിഹത്യ ചെയ്യുവാനായിട്ട് റിച്ചാർഡ് തന്നെ മെനഞ്ഞതാണെന്നും അയാൾക്ക് കടം കൊടുത്ത തുക കേസ് കൊടുത്ത് ഈടാക്കിയതിന് തന്നോട് പ്രതികാരം ചെയ്യുന്നതാണെന്നും അയാൾ പറഞ്ഞു. ഉടൻ തന്നെ തൻ്റെ ഭാര്യയുടെ പ്രേതത്തെ നേരിൽ കാണുവാനായിട്ട് കോക്ലെയിനിലേക്ക് പുറപ്പെടുവാൻ കെന്റ് തീരുമാനിച്ചു. ഇതിനിടയിൽ പ്രേതം വേട്ടയാടുന്ന ബെറ്റി പാർസൺസിനെ ബ്രേ എന്നയാളുടെ വീട്ടിലേക്ക് മാറ്റിയിരുന്നു. കൂടുതൽ നിരീക്ഷണത്തിനു വേണ്ടിയായിരുന്നു അത്. അവിടെ വെച്ച് ജനുവരി 14-ന് 2 അജ്ഞാതരായിട്ടുള്ള പ്രഭുക്കന്മാർ അവളെ പരിശോധിച്ചു. ഹിസ്റ്ററിയിൽ ഒരിടത്തും അവരുടെ പേരുകൾ കാണുന്നില്ല. എന്തായാലും ഈ പ്രഭുക്കന്മാർക്കും ഇതോടെ പ്രേതത്തിൽ വിശ്വാസമായി എന്നാണ് പറയുന്നത്. അവരും ബെറ്റി കിടക്കുന്ന മുറിയിൽ നിന്നും ചില ശബ്ദങ്ങൾ കേട്ടു. അവരുടെ ചോദ്യങ്ങൾക്ക് പ്രേതം ഉത്തരം നൽകിയെന്നും പറയുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവളെ വീണ്ടും കോക്ലെയിനിലെ വീട്ടിലേക്ക് എത്തിച്ചു. അതേ സമയത്ത് കോക്ലെയിനിലെ വീട്ടിലേക്ക് പുറപ്പെടും മുൻപായിട്ട് ഇതിന് ഇപ്പോഴും നേതൃത്വം വഹിക്കുന്ന പുരോഹിതൻ ജോൺ മൂറിനെ ഒന്ന് നേരിൽ കാണുവാനായിട്ട് വില്യം കെന്റ് തീരുമാനിച്ചു. അയാൾ നേരെ സെന്റ് സബിൾച്ചർ ചർച്ചിലെത്തി. എന്നിട്ട് താൻ ആരാണെന്ന് വെളിപ്പെടുത്താതെ ജോൺ മൂറിനെ കണ്ടു. കോക്ലെയിനിലുള്ള പ്രേതത്തെക്കുറിച്ച് ചോദിച്ചു. ജോൺ മൂർ അയാളോട് ഇതുവരെ നടന്ന എല്ലാ സംഭവങ്ങളും പറഞ്ഞു. അതോടൊപ്പം പ്രേതത്തോട് ചോദിച്ച ചോദ്യോത്തരങ്ങളുടെ നീണ്ട ഷീറ്റും കാണിച്ചു. എല്ലാം ക്ഷമയോടെ കേട്ടുകഴിഞ്ഞ വില്യം കെന്റ് ആ പുരോഹിതനോട് താൻ ആരാണെന്ന് വെളിപ്പെടുത്തി. താനിപ്പോൾ ആ വീട്ടിലേക്ക് പോവുകയാണെന്നും ഈ പറയുന്ന പ്രേതത്തെ തനിക്ക് നേരിട്ടൊന്ന് കാണണമെന്നും അയാൾ പറഞ്ഞു. അത് കേട്ടതും ജോൺ മൂർ വില്യം കെന്റിനെ അതിൽ നിന്നും വിലക്കുകയാണ് ചെയ്തത്. കാരണം പ്രേതം തന്നെ വിഷം നൽകി കൊലപ്പെടുത്തിയത് വില്യമാണെന്ന് പറഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ടും അയാൾക്കെതിരെ ജനരോഷമുണ്ടായിരിക്കും. ജനങ്ങൾ എന്തും ചെയ്തേക്കാം. അതുകൊണ്ട് ഒരിക്കലും അവിടേക്ക് പോകരുതേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അടുത്ത ദിവസം രാത്രിയിൽ തന്നെ ആ വീട്ടിലേക്ക് പോയിട്ട് സ്ക്രാച്ചിങ് ഫാനിയെ നേരിൽ കാണുവാനായിട്ട് വില്യം തീരുമാനിച്ചു. പ്രേതത്തെ കാണുവാനായിട്ട് അയാൾ ചില ഏർപ്പാടുകൾ ചെയ്യുകയാണ്. ഒറ്റയ്ക്ക് റിച്ചാർഡിന്റെ വീട്ടിലേക്ക് പോകുവാൻ വില്യമിനും പേടിയുണ്ട്. ചിലപ്പോൾ ജനങ്ങൾ ആൾക്കൂട്ട വിചാരണ നടത്തി തന്നെ തൂക്കി കൊന്നേക്കുമോ എന്നുവരെ അയാൾ ഭയപ്പെട്ടു. പക്ഷെ ഭയന്നിട്ട് കാര്യമില്ല. താൻ നിരപരാധിയാണെന്നും റിച്ചാർഡ് തട്ടിപ്പുകാരനാണെന്നും തെളിയിക്കേണ്ടത് വില്യമിന്റെ മാത്രം ആവശ്യമാണ്. പള്ളിയിൽ നിന്നും ഇറങ്ങിയ ശേഷം അയാൾ നേരെ ഡോക്ടർ കൂപ്പറെ കാണുവാനാണ് പോയത്. കാരണം ഫാനി മരണാസന്നയായിട്ട് കിടക്കുമ്പോൾ അവളെ നോക്കിയത് ഈ കൂപ്പറായിരുന്നു. തൻ്റെ സാഹചര്യമെല്ലാം പറഞ്ഞ് അയാൾ സഹായം തേടി. തനിക്ക് കഴിയാവുന്ന വിധത്തിൽ എല്ലാ രീതിയിലും സഹായിക്കാമെന്ന് ഡോക്ടർ കൂപ്പർ വില്യമിനോട് പറഞ്ഞു. അതിനുശേഷം വില്യം മറ്റൊരു ഡോക്ടറായ ജെയിംസ് ജോൺസനെ കാണുവാൻ പോയി. ഫാനിയെ വസൂരി രോഗത്തിന് ചികിത്സിച്ചത് അദ്ദേഹമായിരുന്നു. അയാളും വില്യമിനെ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. പിറ്റേ ദിവസം രാത്രിയിൽ അവർ 3 പേരും കോക്ലെയിൻ ലക്ഷ്യം വെച്ച് നീങ്ങി. അതൊരു നാശം പിടിച്ച രാത്രിയായിരുന്നു. ശക്തമായിട്ടുള്ള കൊടുങ്കാറ്റും പേമാരിയും. കനത്ത ഇടിമുഴക്കത്തിൽ കോക്ലെയിൻ തെരുവ് കിടുങ്ങി വിറച്ചു. ഒടുവിൽ അവർ കോക്ലെയിൻ തെരുവിലെ റിച്ചാർഡിന്റെ വീടിന്റെ അരികിലെത്തി. പേടിപ്പെടുത്തുന്ന ആ കാലാവസ്ഥയിൽ തെരുവിൽ വളരെ കുറച്ച് ജനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അത് വില്യം കെന്റിനും കൂട്ടർക്കും അനുകൂലമായെന്ന് പറയാം. കൂടാതെ വില്യം തന്നെ തിരിച്ചറിയാതിരിക്കുവാനായിട്ട് വേഷവും മാറിയിരുന്നു. ഒടുവിൽ അവർ ബെറ്റിയുടെ മുറിയിലെത്തി. ബെറ്റി സാധാരണ എന്ന പോലെ മുറിയുടെ നടുക്കുള്ള കിടക്കയിൽ കിടക്കുന്നുണ്ട്. പ്രേതവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് തയ്യാറായിട്ട് മേരി ഫ്രേസറും പതിവ് പോലെ അവിടെ ഉണ്ടായിരുന്നു. ഇവരെ കൂടാതെ റിച്ചാർഡ്, അയാളുടെ ഭാര്യ എലിസബത്ത്, റവറൻഡ് ജോൺ മൂർ, അദ്ദേഹത്തിന്റെ സുഹൃത്തും മറ്റൊരു പുരോഹിതനുമായ തോമസ് ബ്രോട്ടൺ, പബ്ലിക് ലെഡ്ജർ പത്രത്തിന്റെ റിപ്പോർട്ടറായിട്ടുള്ള റിച്ചാർഡ് ജെയിംസ്, അങ്ങനെ തുടങ്ങി ഏതാനും ആളുകളും ആ മുറിയിൽ ഉണ്ടായിരുന്നു. മുറിയിലേക്ക് കടന്നു വന്ന വില്യമിനെയും കൂടെയുള്ളവരെയും അവർ സംശയത്തോടെ നോക്കി. വേഷം മാറിയതുകൊണ്ട് വില്യം കെന്റിനെ അവർക്ക് മനസ്സിലായുമില്ല. അവർ ഫാനിയുടെ പ്രേതത്തിന്റെ വരവിനു വേണ്ടി കാത്തിരുന്നു. മേരി ഫ്രേസർ പ്രേതത്തിനോട് വരുവാനായിട്ട് ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞിട്ടും പ്രേതം വരുന്ന ലക്ഷണം കണ്ടില്ല. ഒരുപക്ഷെ പ്രേതം വരാത്തത് ഇപ്പോൾ വന്ന 3 പേരുടെ സാന്നിധ്യം കൊണ്ടായിരിക്കുമെന്ന് അവൾ പറഞ്ഞു. അവൾ അവരോട് താഴത്തെ നിലയിലേക്ക് പോകുവാനായിട്ട് നിർദ്ദേശിച്ചു. ആത്മാവ് മുറിയിലെത്തിയാൽ തറയിൽ കാലുകൊണ്ട് തട്ടി താൻ ഒരു അടയാളം തരാമെന്നും അപ്പോൾ നിങ്ങൾക്ക് മുകളിലേക്ക് വരാമെന്നും മേരി അവരോട് പറഞ്ഞു. വേറെ വഴിയില്ല. അതുകൊണ്ട് വില്യമും കൂട്ടരും അത് സമ്മതിച്ച് സ്റ്റെയർ ഇറങ്ങി താഴേക്ക് പോയി. എന്നിട്ട് അടയാളവും പ്രതീക്ഷിച്ച് അവിടെ കാത്തിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തറയിൽ തട്ടുന്ന ശബ്ദം അവർ കേട്ടു. 3 പേരും വേഗം മുകളിലത്തെ മുറിയിലെത്തി. എല്ലാവരും മുറിയിലെത്തിയതും റവറൻഡ് ജോൺ മൂർ ആദ്യത്തെ ചോദ്യം ചോദിച്ചു. നീ ഒരു സ്ത്രീയാണോ?
ഒരു മുട്ടൽ ശബ്ദത്തിലൂടെ അതെ എന്ന് പ്രേതം മറുപടി പറഞ്ഞു. നീ ഫ്രാൻസിസ് ലിനസ് ആണോ എന്നായി അടുത്ത ചോദ്യം. അതെ എന്ന് പ്രേതം പറഞ്ഞു. എത്ര വർഷമായി മരിച്ചിട്ട്? വർഷങ്ങളൊന്നും ആയിട്ടില്ല എന്ന് സൂചിപ്പിക്കുവാൻ പ്രേതം 2 തവണ മുട്ടി. നിനക്ക് വിഷം തരികയായിരുന്നു? ഈ ചോദ്യത്തിന് അതെ എന്ന അർത്ഥത്തിൽ ഒരു പ്രാവശ്യം മുട്ടി. നിന്റെ കൊലയാളി ഈ മുറിയിലുണ്ടോ? വളരെ അപ്രതീക്ഷിതമായിട്ട് അയാൾ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു. ഉണ്ട് എന്ന അർത്ഥത്തിൽ ഒരു മുട്ടൽ ശബ്ദം കേട്ടു. അതോടെ വില്യം വിളറി വെളുത്തു. ഇനി ആൾമാറാട്ടം നടത്തിയിട്ട് കാര്യമില്ല. തൻ്റെ സാന്നിധ്യം എല്ലാവരും അറിഞ്ഞുവെന്ന് അയാൾക്ക് മനസ്സിലായി. വില്യം കെന്റ് അവർക്ക് മുൻപിൽ താൻ ആരാണെന്ന് വെളിപ്പെടുത്തി. ആ സമയത്ത് തന്നെ തൂക്കിക്കൊല്ലുന്നത് കാണുവാനായിട്ട് ആഗ്രഹമുണ്ടോ എന്ന് പ്രേതത്തിനോട് നേരിട്ട് ചോദിക്കുവാൻ വില്യമിനോട് ജോൺ മൂർ നിർദ്ദേശിച്ചു. വില്യം അതുപോലെ തന്നെ ചോദിച്ചു. എന്നെ തൂക്കിക്കൊല്ലുന്നത് കാണുവാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടോ? അടുത്ത നിമിഷം തൂക്കിക്കൊല്ലണം എന്ന അർത്ഥത്തിൽ വളരെ ശക്തമായിട്ടുള്ളൊരു മുട്ടശബ്ദം കേട്ടു. ഇതോടെ വില്യമിന് മതിയായി. അയാൾ അലറി. നീ കള്ളം പറയുന്നൊരു പ്രേതമാണ്. നീ എൻ്റെ ഭാനിയുടെ പ്രേതമല്ല. അവൾ ഒരിക്കലും ഇങ്ങനൊരു കാര്യം പറയില്ല എന്നയാൾ പൊട്ടിത്തെറിച്ചു. അതിനുശേഷം ഒരു കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് നടന്നു. ഇതിനിടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് റിച്ചാർഡിനോട് നീ ഇതിനൊക്കെ താമസിയാതെ ഉത്തരം പറയേണ്ടി വരുമെന്നലറി. അവർ 3 പേരും മുറിക്ക് പുറത്തേക്ക് നടന്നു. താനിപ്പോൾ കണ്ടത് വെറും നാടകമാണെന്ന് വില്യമിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഏതു വിധേനയും തൻ്റെ സത്യസന്ധത തെളിയിക്കണം, അല്ലെങ്കിൽ ജീവന് വരെ അപകടമാണ്. റിച്ചാർഡിന് പിന്നിൽ അതിശക്തരായിട്ടുള്ള മെത്തഡിസ്റ്റ് സഭയുടെ പിന്തുണയുണ്ട്. അവർക്ക് എങ്ങനെയെങ്കിലും സ്ക്രാച്ചിങ് ഫാനി ഒരു യാഥാർത്ഥ്യമാണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കണം. അതിനുള്ള വഴികളാണ് അവർ നോക്കുന്നത്. അങ്ങനെയുള്ള അതിശക്തരെ എതിർക്കണമെങ്കിൽ അതുപോലെ തന്നെ അതിശക്തരായവരുടെ സഹായം തനിക്ക് കിട്ടിയേ മതിയാവൂ എന്ന് വില്യം മനസ്സിലാക്കി. അങ്ങനെയാണ് ഒരു കാത്തലിക് പുരോഹിതനായ റെവറൻഡ് സ്റ്റീഫൻ ആൾഡ്രിച്ചുമായിട്ട് വില്യം ബന്ധപ്പെട്ടത്. ഇടവക വികാരിയായിരുന്ന സ്റ്റീഫൻ ആൾഡ്രിച്ച് മരണാസന്നയായ ഫാനിയെ മുൻപ് സന്ദർശിച്ചിരുന്നു. നല്ല പ്രായമുള്ള അദ്ദേഹം മെത്തഡിസ്റ്റ് ചിന്താഗതികളെ എതിർക്കുന്നയാളായിരുന്നു. ഈ തട്ടിപ്പ് നമുക്ക് കയ്യും കളവുമായിട്ട് പൊളിക്കാമെന്ന് അദ്ദേഹം ഉറപ്പു പറഞ്ഞു. അതിൻ്റെ അടുത്ത ദിവസം രാത്രി 10 മണിക്ക് ഫാദർ ആൾഡ്രിച്ചിനൊപ്പം കോക്ലേനിൽ വീണ്ടും വരുവാനുള്ള ഏർപ്പാടുകൾ അയാൾ ചെയ്തു. വില്യം കെന്റ്, മുൻപ് വന്ന 2 ഡോക്ടർമാർ, ഫാദർ സ്റ്റീഫൻ ആൾഡ്രിച്ച്, റിച്ചാർഡിനോട് മുൻപേ തന്നെ വൈരാഗ്യമുള്ള ഒരു വക്കീലായിട്ടുള്ള സെൽമാൻ, ഇവർക്കൊപ്പമാണ് വില്യം ആ വീട്ടിലെത്തിയത്. ഇതിനോടകം ആശങ്കാകുലരായിട്ടുള്ള ജനത്തെ കൊണ്ട് കോക്ലേനിലെ തെരുവ് നിറഞ്ഞിരുന്നു. റിച്ചാർഡിനോട് ഫാനിയെ തനിക്ക് ചോദ്യം ചെയ്യണമെന്ന് ഫാദർ ആൾഡ്രിച്ച് ആവശ്യപ്പെട്ടു. അയാൾ അതിന് സമ്മതം മൂളി. വില്യമിനെ തൂക്കിക്കൊല്ലണമെന്ന് പ്രേതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൾ ഉടൻ തന്നെ മുറിയിൽ എത്തേണ്ടത് അവളുടെ കടമയാണെന്ന് ആൾഡ്രിച്ച് വിളിച്ചു പറഞ്ഞു. അടുത്ത നിമിഷം പ്രേതത്തിന്റെ സാന്നിധ്യം മുറിയിലുണ്ടായി. വന്യമായിട്ട് മാന്തുന്ന ശബ്ദങ്ങളാണ് കേട്ടത്. പ്രേതം വലിയ ദേഷ്യത്തിലാണെന്ന് മേരി ഫ്രേസർ പറഞ്ഞു. നിങ്ങളുടെ ചോദ്യങ്ങൾ അതിന് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അവർ വ്യാഖ്യാനിച്ചത്. അന്ന് വലിയ ആത്മവിശ്വാസത്തോടെയാണ് അവർ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. ഫാദർ ആൾഡ്രിച്ച് ഈ പ്രേതം ഒരു തട്ടിപ്പാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. വക്കീലായ സൽമാൻ പറഞ്ഞത് വില്യമിനൊരു മാനനഷ്ടക്കേസ് കൊടുക്കുവാനുള്ള വകയുണ്ടെന്നും പക്ഷെ അതിനു വേണ്ട തെളിവുകൾ ശേഖരിക്കണമെന്നുമാണ്. ഇതിനിടയിൽ ജോൺ മൂർ ലണ്ടൻ മേയറെ നേരിൽ കണ്ട് വില്യമിനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്ന് പെറ്റീഷൻ കൊടുത്തു. എന്നാൽ മേയർ ഈ കാര്യത്തിൽ എടുത്തുചാടി തീരുമാനമെടുത്തില്ല. കുറ്റം തെളിയിക്കുവാനായിട്ട് കൂടുതൽ തെളിവുകൾ ആവശ്യമുണ്ടെന്നും 23-ാം തീയതി കാര്യങ്ങൾ നേരിട്ട് തനിക്ക് കൂടി ഒന്ന് കണ്ട് ബോധ്യപ്പെടണമെന്നും അദ്ദേഹം അറിയിച്ചു. അടുത്ത ദിവസം വീണ്ടും മേരി ഫ്രേസറും ജോൺ മൂറും റിച്ചാർഡ് പാർസൺസും പിന്നെ ഏതാനും ആളുകളും ചേർന്ന് രാത്രിയിൽ ബെറ്റിയുടെ മുറിയിൽ വെച്ച് ഫാനിയുമായിട്ട് സംസാരിച്ചു. കൂടുതൽ തെളിവുകൾ കിട്ടുമോ എന്നറിയുവാൻ വേണ്ടിയായിരുന്നു അത്. വൈകാതെ റെവറൻഡ് ജോൺ മൂർ വില്യം കെന്റിന്റെ മുൻ വേലക്കാരിയായിരുന്ന കാരറ്റിനെ കാണുവാൻ പോയി. ഈ കാരറ്റിനെ കുറിച്ച് വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടതാണ്. നല്ല ചുവന്ന മുടിയുള്ള പെൺകുട്ടി. അതുകൊണ്ടാണ് അവൾക്ക് കാരറ്റ് എന്ന് പേര് വീണതും. മരിക്കും മുൻപുള്ള ദിവസങ്ങളിൽ ഫാനിക്ക് സംസാരിക്കുവാൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്ന് കാരറ്റ് അദ്ദേഹത്തോട് പറഞ്ഞു. എന്തായാലും അടുത്ത ദിവസം നടക്കുന്ന അവരുടെ യോഗത്തിൽ പങ്കെടുക്കുവാനായിട്ട് മൂർ അവളെ ക്ഷണിച്ചു. അവിടെ വെച്ച മറ്റുള്ളവർ അവളോട് ഫാനിയെ വില്യം കെന്റ് വിഷം കൊടുത്താണ് കൊന്നതെന്ന് പറയുവാനായിട്ട് ആവശ്യപ്പെട്ടു. പക്ഷേ സത്യസന്ധയായ കാരറ്റ് അതിന് സമ്മതിച്ചില്ല. ഇങ്ങനെ ഒരു കാര്യം ഫാനി തന്നോട് പറഞ്ഞിട്ടില്ല എന്ന് കാരറ്റ് ഉറച്ചു നിന്നു. വില്യമും ഫാനിയും വളരെ സ്നേഹമുള്ളവരായിരുന്നു. 2 പേരും വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചത് എന്നും അവർ തുറന്നടിച്ച് പറഞ്ഞു. മാത്രവുമല്ല വില്യം കെന്റ് ഫാനിയെ കൊലപ്പെടുത്തിയെന്ന് താൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്നും കാരറ്റ് പറഞ്ഞു. അടുത്ത ദിവസം രാത്രി 10 മണിക്ക് ബെറ്റിയുടെ മുറിയിൽ വെച്ച് വീണ്ടും പ്രേതവുമായിട്ടുള്ള ചോദ്യോത്തരം തുടങ്ങി. ഇത്തവണ മുറിയിൽ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. ഫാദർ ആൾഡ്രിച്ചും അതിൽ ഉൾപ്പെടും. പ്രേതം വരും മുൻപായിട്ട് ബെറ്റി കിടക്കുന്ന കട്ടിലിലെ ലിനൻ തുണികൾ മാറ്റുവാനായിട്ട് ആൾഡ്രിച്ച് അവരോട് ആവശ്യപ്പെട്ടു. ശബ്ദമുണ്ടാക്കുന്ന എന്തെങ്കിലും ഉപകരണങ്ങൾ ബെറ്റി രഹസ്യമായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുവാനായിട്ടായിരുന്നു അത്. പക്ഷെ ഒന്നും തന്നെ കാണുവാനായിട്ട് കഴിഞ്ഞില്ല. പതിവ് പോലെ അന്നും ഫാനിയുടെ പ്രേതം എത്തുകയാണ്. ജോൺ മൂർ പ്രേതത്തിനോട് വില്യം കെന്റ് നിങ്ങൾക്ക് വിഷം നൽകിയ കാര്യം കാരറ്റിന് അറിയാമായിരുന്നു എന്ന് ചോദിച്ചു. അവൾക്ക് അതേക്കുറിച്ച് അറിയാമായിരുന്നു എന്ന അർത്ഥത്തിൽ ഒരു മുട്ടൽ ശബ്ദം കേട്ടു. പെട്ടെന്ന് കാരറ്റ് ചാടി മുൻപോട്ട് നീങ്ങി. എന്നിട്ട് ദേഷ്യത്തോടെ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ യജമാനത്തിയാണോ എന്ന് ചോദിച്ചു. പ്രേതം അതിനും ഒരു മുട്ടൽ ശബ്ദം കേൾപ്പിച്ചു.
ഇപ്പോഴെനിക്ക് ഒരു കാര്യം ഉറപ്പായ മേഡം, എൻ്റെ ജീവിതത്തിൽ ഞാൻ നിങ്ങളെ വല്ലാതെ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴതോർത്ത് ഞാൻ ലജ്ജിക്കുന്നു. വളരെ ഉച്ചത്തിലാണ് കാരറ്റ് ഇത് പറഞ്ഞത്. ഇവിടെ ജോൺ മൂറിൻ്റെ പദ്ധതി പിഴച്ചു പോയെന്ന് പറയാം. കാരണം കാരറ്റിനെയും ഈ കേസിൽ എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്തുവാനായിരുന്നു അയാൾ ഇത്തരം ഒരു നാടകം നടത്തിയത്. അതിൻ്റെ അടുത്ത ദിവസം ഈ വാർത്ത എല്ലാ പത്രങ്ങളുടെയും മുൻ പേജിൽ സ്ഥാനം പിടിച്ചു. ഒരു കുടുംബത്തെ മുഴുവനും ഭീതിയിലാഴ്ത്തിയ പ്രേതത്തിനോട് ചിലർ ചോദ്യങ്ങൾ ചോദിച്ചതും മുട്ടൽ ശബ്ദം വഴി പ്രേതം അവരോട് സംസാരിച്ച് തൻ്റെ ഭർത്താവ് തന്നെ വിഷം നൽകി കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞതുമെല്ലാം പൊടിപ്പും തൊങ്ങലും വെച്ച് പബ്ലിക് ലഡ്ജറി വന്നു. വിഷബാധയേറ്റ് കൊല്ലപ്പെട്ട ഫാനിയെ അടക്കം ചെയ്തിരിക്കുന്നത് ക്ലർക്കൻ വെല്ലിലെ സെന്റ് ജോൺസ് ചർച്ചിലാണെന്നും ഈ വാർത്തയിലുണ്ടായിരുന്നു. ഈ വാർത്തകൾ ഒരു പൊട്ടിത്തെറിയാണ് സൃഷ്ടിച്ചത്. ജനങ്ങൾ ഇതേക്കുറിച്ച് ചർച്ച തുടങ്ങി. തൊട്ടു പിന്നാലെ കോക്ലെയിനിലേക്ക് സാധാരണക്കാർ മുതൽ പ്രഭുക്കന്മാർ വരെ എത്തിത്തുടങ്ങി. വില്യം കെന്റിനെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് ലണ്ടൻ മേയർ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എല്ലാവരും ഒന്നുപോലെ ചോദിച്ചു. അതോടെ അയാൾ അപകടം മണത്ത് ഗ്രീൻവിച്ചിലുള്ള ഒരു വീട്ടിൽ ഒളിവിൽ കഴിഞ്ഞു. അതേ സമയത്ത് സ്ക്രാച്ചിങ് ഫാനിയുടെ പിന്നിലെ രഹസ്യം കണ്ടെത്തുവാനായിട്ട് റവറന്റ് ആൾറിച്ച് രണ്ടും കൽപ്പിച്ചിറങ്ങി. ഇതിനിടയിൽ വില്യം കെന്റിനെ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുവാനായിട്ട് മതിയായിട്ടുള്ള തെളിവുകൾ നൽകാമെങ്കിൽ വലിയൊരു തുക റിച്ചാർഡിന് താൻ നൽകാമെന്ന് ജോൺ മൂർ പറഞ്ഞു. അതും കൂടാതെ സെൻട്രൽ ലണ്ടനിൽ ഒരു ക്ലർക്കായിട്ട് ജോലി തരപ്പെടുത്താമെന്നും പറഞ്ഞു. ഈ ജോൺ മൂറിന് വില്യം കെന്റിന് എതിരായിട്ട് എങ്ങനെയെങ്കിലും തെളിവുകൾ ശേഖരിച്ച് അയാളെ ജയിലിലാക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അതുവഴി തൻ്റെ പ്രശസ്തി വർദ്ധിപ്പിക്കാമെന്നും ഒരു ഭൂതോച്ചാടകരായിട്ട് പേരെടുക്കാമെന്നും അയാൾ ആഗ്രഹിച്ചു. പ്രേതം പ്രത്യക്ഷപ്പെടണമെങ്കിൽ അവിടെ ബെറ്റിയുടെ സാന്നിധ്യം ഉണ്ടായേ മതിയാവൂ. അതുകൊണ്ട് പലരെയും ഈ കഥ വിശ്വസിപ്പിക്കുവാനായിട്ട് ബെറ്റിയെ പലരുടെയും വീടുകളിലേക്ക് റിച്ചാർഡ് കൊണ്ടുപോയിരുന്നു. അവിടെയെല്ലാം ജോൺ മൂർ സഭായോഗങ്ങൾ നടത്തുകയും ഫാനിയുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ലണ്ടനിലെ മേയറായ സാമുവൽ ഫ്ലോഡിയറെയും ഒരു പ്രഭുവായ ആൽഡർമൻ ഗ്ലോസിങ്ങിനെയും ജോൺ മൂറും റിച്ചാർഡ് പാഴ്സൺസും പോയിട്ട് വീണ്ടും കാണുകയാണ്. വില്യം കെന്റ് ഒരു കൊലയാളിയാണെന്നും അയാളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നുമാണ് ഇവർക്ക് പറയുവാനുണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെ ചാടിക്കയറിയൊരു തീരുമാനത്തിൽ എത്തുന്നവരായിരുന്നില്ല ഇവർ. ഈ പ്രേതകഥ സത്യമാണോ എന്ന് പരീക്ഷിച്ചറിയുവാനായിട്ട് തൻ്റെ വീട്ടിൽ ബെറ്റിയെ കൊണ്ടുവരുവാനും എന്നിട്ട് പ്രേതത്തെ പ്രത്യക്ഷപ്പെടുത്തുവാനും അവർ ആവശ്യപ്പെട്ടു. മേയറുടെ തീരുമാനം അവരും അംഗീകരിച്ചു. ഒരു ദിവസം രാത്രിയിൽ ബെറ്റിയെ അവർ പ്രഭുവിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. കൂടെ മേരി ഫ്രേസറും ജോൺ മൂറുമുണ്ട്. തൊട്ടു പിന്നാലെ റവറന്റ് ആൾറിച്ചും അവിടെ എത്തി. പതിവ് പോലെ ഫാനിയുടെ ആത്മാവ് വന്നു. എന്നാൽ മറ്റുള്ളവർ പറഞ്ഞതുപോലെ ഞെട്ടിക്കുന്ന, അതായത് ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളൊന്നും അവിടെ ഉണ്ടായില്ല. പ്രേതവുമില്ല, ഒരു മണ്ണാങ്കട്ടയുമില്ല. ഇതിലെന്തോ തട്ടിപ്പുണ്ട്. തട്ടലും മുട്ടലും ഉണ്ടാക്കുന്നത് ബെറ്റിയാണെന്ന് പ്രഭു അലറി. ഇത് കേട്ട ആൾറിച്ചിന് വലിയ സന്തോഷമായി. അതോടെ പ്രഭുവിൻ്റെ സാന്നിധ്യത്തിൽ തനിക്ക് ഫാനിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിനായിട്ട് റവറന്റ് ആൾറിച്ചും വില്യമും നേരത്തെ തന്നെ ഒരു കൂട്ടം ചോദ്യങ്ങൾ തയ്യാറാക്കിയിരുന്നു. ആ ചോദ്യങ്ങളിൽ കൂടുതലും വളരെ വ്യക്തിപരമായിട്ടുള്ളതും അതുപോലെ വില്യമിനും ഫാനിക്കും മാത്രം അറിയാവുന്നതുമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ആൾറിച്ച് ചോദ്യങ്ങൾ ആരംഭിച്ചു. നിന്റെ പിതാവിൻ്റെ പേര് ജോൺ എന്നാണോ? ഇതായിരുന്നു ആദ്യത്തെ ചോദ്യം. പ്രേതം ഒരു മുട്ടൽ കൊണ്ട് അതേ എന്ന് ഉത്തരം പറഞ്ഞു. ആ ഉത്തരം തെറ്റായിരുന്നു. ഫാനിയുടെ പിതാവിൻ്റെ പേര് യഥാർത്ഥത്തിൽ തോമസ് എന്നായിരുന്നു. നിന്റെ പിതാവിനെ ലിച്ചാമിലാണോ അടക്കിയത് എന്നായിരുന്നു അടുത്ത ചോദ്യം. അതിനും ഒരു മുട്ടൽ വഴി അതേ എന്ന് പ്രേതം പറഞ്ഞു. ആ മറുപടിയും തെറ്റായിരുന്നു. തോമസ് ലിനിസിനെ അടക്കം ചെയ്തത് ലിറ്റിൽ ഡൺഹാമിലായിരുന്നു. നിങ്ങൾ എത്ര സഹോദരിമാരാണ് എന്ന് ചോദിച്ചപ്പോൾ പ്രേതം 3 വട്ടം മുട്ടി. അതുമാത്രം ശരിയായിട്ടുള്ള ഉത്തരമായിരുന്നു. പക്ഷെ ബാക്കിയുള്ള ആൾറിച്ചിൻ്റെ പല ചോദ്യങ്ങൾക്കും പ്രേതം തെറ്റായിട്ടുള്ള ഉത്തരങ്ങളാണ് നൽകിയത്. നീ എൻ്റെ വീട്ടിൽ പ്രത്യക്ഷപ്പെടാമോ എന്ന് ആൾറിച്ച് ചോദിച്ചു. പ്രേതം തയ്യാറാണെന്ന് മറുപടി കൊടുത്തു. ഇത് കേട്ട് ജോൺ മൂറും മറ്റുള്ളവരും ഒന്ന് ഞെട്ടിയത് മറ്റുള്ളവർ വളരെ വ്യക്തമായിട്ടും കണ്ടു. അടുത്ത ദിവസം എൻ്റെ വീട്ടിൽ ബെറ്റിയെ എത്തിക്കും. നിന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുമെന്ന് ആൾറിച്ച് പറഞ്ഞു. ഉടനടി ഇടയിൽ കയറി ജോൺ മൂർ പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്. ഫാനി പറഞ്ഞത് തെറ്റിദ്ധരിച്ചതാണ്. പ്രേതം നിങ്ങളുടെ വീട്ടിൽ വരില്ല എന്നാണ് അവൾ പറഞ്ഞത്. അയാൾ ആൾറിച്ചിനെ പരിഹസിച്ചു. 2 പുരോഹിതന്മാർ തമ്മിലുള്ള കിടമത്സരമാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ ആൾറിച്ച് അങ്ങനെ പിന്മാറുന്ന ആളെ അല്ലായിരുന്നു. അയാൾ നേരെ റിച്ചാർഡിൻ്റെ അടുത്ത് വന്നിട്ട് കർക്കശമായിട്ട് ഇങ്ങനെ പറഞ്ഞു, നാളെ ബെറ്റിയെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരണം. ആ സമയത്ത് തൻ്റെ വീട്ടിൽ സമൂഹത്തിലെ ഉന്നതരും മാന്യരുമായിട്ടുള്ള ഏതാനും സ്ത്രീകളും ഉണ്ടായിരിക്കും. അവർ ബെറ്റിയുടെ എല്ലാ കാര്യങ്ങളും നോക്കും. അവിടെ വെച്ച് വീണ്ടും ചില ചോദ്യങ്ങൾ എല്ലാവരുടെയും മുൻപിൽ വെച്ച്, പ്രത്യേകിച്ചും ന്യൂസ് റിപ്പോർട്ടർമാരുടെയും അതുപോലെ ഓഫീസർമാരുടെയും മുൻപിൽ വെച്ച് തനിക്ക് ചോദിക്കുവാനുണ്ട്. ഫാദർ ആൾറിച്ചിൻ്റെ ഈ ആവശ്യം കേട്ടതും റിച്ചാർഡ് വിയർത്തു കുളിച്ചു. അയാൾക്ക് എതിർക്കുവാനായിട്ട് കഴിഞ്ഞില്ല. കാരണം പ്രഭു അടുത്ത് നിൽക്കുകയാണ്. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അയാൾ സമ്മതം മൂളി. അടുത്ത ദിവസം ഫാദർ ആൾറിച്ച് ബെറ്റിയെ കൊണ്ടുപോകുവാനായിട്ട് റിച്ചാർഡിൻ്റെ വീട്ടിലെത്തി. എന്നാൽ ഇത്തവണ അയാളുടെ ഭാവം മാറി. ബെറ്റിയെ കാണുവാൻ പോലും അദ്ദേഹത്തെ റിച്ചാർഡ് അനുവദിച്ചില്ല. മറിച്ചൊരു തോക്കുമെടുത്ത് അദ്ദേഹത്തെ ആട്ടി ഓടിച്ചു. ഇത് വലിയൊരു വാർത്തയായി. ജനങ്ങൾ 2 ചേരിയായിട്ട് തിരിഞ്ഞു. ഒരു കൂട്ടർ സ്ക്രാച്ചിങ് ഫാനി ഒരു കള്ളമാണെന്നും റിച്ചാർഡും കൂട്ടരും നടത്തുന്ന തട്ടിപ്പാണെന്നും വില്യം കെന്റ് നിരപരാധിയാണെന്നും പറഞ്ഞു. അതേസമയത്ത് മറ്റൊരു കൂട്ടരാവട്ടെ
പ്രേതം യഥാർത്ഥത്തിൽ ഉള്ളതാണെന്നും അയാളാണ് കൊലയാളി എന്നും വാദിച്ചു. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ ബെറ്റിയെ വീണ്ടും പ്രദർശിപ്പിച്ച് 2 യോഗങ്ങൾ കൂടി ജോൺ മൂറും കൂട്ടരും നടത്തി. ഈ 2 സഭായോഗങ്ങളിലും പ്രേതം പ്രത്യക്ഷപ്പെട്ടു. പ്രേതം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് ഈ സംഭവത്തോടെ കൂടുതൽ വിശ്വാസമായി. മാധ്യമങ്ങൾ നിരന്തരമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തു. വൈകാതെ ഈ കേസിനൊരു അവസാനം കാണുവാനായിട്ട് ചിലർ തീരുമാനിച്ചു. സമൂഹത്തിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകളുടെ മുൻപിൽ വെച്ച് ബെറ്റിയെ വീണ്ടും പരീക്ഷിക്കുവാനും ഫാനി വരുന്നുണ്ടോ എന്ന് അറിയുവാനുമായിട്ട് അധികാരികൾ നിശ്ചയിച്ചു. അതിനായിട്ട് അവർ തെരഞ്ഞെടുത്തത് യോർക്കിലെ ഡ്യൂക്കിനെയും നോർത്തംബർലാൻഡിലെ പ്രഫുയെയും മേരി കോക്കു പ്രഫുയെയും ഹെഡ്ഫോർഡിലെ പ്രഫുവിനെയുമായിരുന്നു. ജനുവരി 30 മുതൽ ഫെബ്രുവരി 14 വരെ ആ പരീക്ഷണം നീണ്ടുപോയി. ഈ ദിവസങ്ങളിൽ ധാരാളം ആളുകൾ കോക്ലെയിനിലെ ആ വീട്ടിലും പരിസരത്തുമായിട്ട് തടിച്ചുകൂടി. തുടക്കത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് മുട്ടൽ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഫാദർ ആൾഡ്രിച്ച് പെട്ടെന്നൊരു കാര്യം ആവശ്യപ്പെട്ടു. ബെറ്റിയുടെ കൈകൾ രണ്ടും പുതപ്പിന്റെ ഉള്ളിൽ നിന്നും കട്ടിലിന് പുറത്തേക്ക് നീട്ടിയിടണം. എല്ലാവരും ആ നിബന്ധന അംഗീകരിച്ചു. അപ്പോഴാണ് അടുത്ത അത്ഭുതമുണ്ടായത്. അവളുടെ കൈകൾ പുറത്തേക്ക് നീട്ടിയിട്ടതു മുതൽ അതുവരെയും കേട്ടുകൊണ്ടിരുന്ന ശബ്ദങ്ങൾ നിലച്ചു. വീണ്ടും ഒരു 2 രാത്രി കൂടി ഇതേ രീതിയിൽ പരിശോധിച്ചു. പ്രേതം നിശബ്ദമായിരുന്നു. ഫാനിയുടെ ആത്മാവ് വന്നില്ല. 2 ദിവസത്തിന്റെ ഉള്ളിൽ പ്രേതം വന്നില്ലെങ്കിൽ കുടുംബത്തെ മുഴുവനും ന്യൂഗേറ്റ് ജയിലിൽ അടയ്ക്കുമെന്ന് അവർ ബെറ്റിയോട് പറഞ്ഞു. റിച്ചാർഡും കൂട്ടരും ആകെ വിഷമസന്ധിയിലായി. ഇതിനിടയിൽ ഒരു ദിവസം ഒരു ചെറിയ മരക്കഷ്ണം റിച്ചാർഡ് ബെറ്റിയുടെ ശരീരത്തിൽ മറച്ചു വെക്കുന്നത് അവളെ നിരീക്ഷിച്ചിരുന്ന ചിലർ കണ്ടു. അവർ അന്വേഷകരെ വിവരം അറിയിച്ചു. അവർ ആ തടിക്കഷ്ണം പുറത്തെടുത്തു. എന്നാൽ അതിൻ്റെ അടുത്ത രാത്രിയിൽ മാന്തുകയും മുട്ടുകയും ചെയ്യുന്ന ശബ്ദങ്ങൾ കേട്ടിരുന്നു. പക്ഷേ ആ ശബ്ദങ്ങൾക്ക് പിന്നിൽ ബെറ്റിയാണെന്നും റിച്ചാർഡിന്റെ നിർബന്ധം മൂലമാണ് അവൾ ഇത് ചെയ്യുന്നത് എന്നും അവർ കണ്ടെത്തി. ചുരുക്കത്തിൽ സ്ക്രാച്ചിങ് ഫാനി കെട്ടിച്ചമച്ച ഒരു നുണയായിരുന്നു. 1762 ജൂലൈ 10 ലണ്ടനിലെ ഗിൽഡ് ഹാളിൽ വെച്ച് ചീഫ് ജസ്റ്റിസ് വില്യം മുറയുടെ കീഴിൽ ഈ കേസിന്റെ വിചാരണ ആരംഭിച്ചു. കോടതി മുറിയിൽ കാണികൾ തിങ്ങി നിറഞ്ഞിരുന്നു. കാരറ്റ്, ഡോക്ടർമാരായ കൂപ്പർ, ജെയിംസ് ജോനസ്, അങ്ങനെ തുടങ്ങിയ പലരും വില്യം കെന്റിന് അനുകൂലമായിട്ട് മൊഴി നൽകി. മറ്റ് നിരവധി പ്രോസിക്യൂഷൻ സാക്ഷികൾ ഈ തട്ടിപ്പ് എങ്ങനെയാണ് തങ്ങൾ കണ്ടെത്തിയതെന്ന് വിശദമായിട്ട് പറഞ്ഞു. അവസാനം വിധി പ്രഖ്യാപിച്ചു. ഒരു വൈരാഗ്യത്തിന്റെ പേരിൽ ഫ്രാൻസിസ് ലെനിസിനെ കൊന്നുവെന്ന വ്യാജ ആരോപണം ഉന്നയിച്ച് വില്യം കെന്റിനെ കൊല്ലുവാനുള്ള ഗൂഢാലോചന നടത്തിയതിന് റിച്ചാർഡിനെയും അയാളുടെ ഭാര്യ എലിസബത്തിനെയും മേരി ഫ്രേസറെയും ശിക്ഷിച്ചു. റവറൻഡ് ജോൺ മൂറിനോടും പബ്ലിക് ലെഡ്ജറിൽ വാർത്ത പബ്ലിഷ് ചെയ്ത റിച്ചാർഡ് ജെയിംസിനോടും മാനനഷ്ടത്തിന് പരിഹാരമായിട്ട് $588 വീതം വില്യം കെന്റിന് നൽകുവാനായിട്ട് നിർദ്ദേശിച്ചു. അവർ ആ പണം നൽകാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ശിക്ഷയിൽ നിന്നും ഒഴിവായി. റിച്ചാർഡ് പാർസൺസിന് 2 വർഷവും എലിസബത്ത് പാർസൺസിന് 1 വർഷവും മേരി ഫ്രേസർക്ക് 6 മാസവുമാണ് തടവ് ശിക്ഷ കിട്ടിയത്. എന്നാൽ അപ്പോഴും സ്ക്രാച്ചിങ് ഫാനി ഒരു യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ചിരുന്ന നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. അവർ റിച്ചാർഡിനെയും കുടുംബത്തിനെയും പുറത്തിറക്കുവാനായിട്ട് സോഷ്യൽ ഫണ്ടിങ് വരെ ചെയ്തു. അങ്ങനെയാണ് ഒരു കാലത്ത് ബ്രിട്ടനെ കിടിലം കൊള്ളിച്ച കോക്ലെയിനിലെ സ്ക്രാച്ചിങ് ഫാനി എന്ന പ്രേതകഥയ്ക്ക് തിരശ്ശീല വീണത്. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഹൈപ്പും ചെയ്യണം. അടുത്ത കഥയിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.